ബഹുമാന്യനായിരിക്കുന്ന പ്രിയപ്പെട്ട സുനിൽ മാഷ്, പ്രിയപ്പെട്ട അശോകേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ ഒരു ദിവസം സമ്മാനിച്ച കളരിപ്പറമ്പ് വായനശാലയ്ക്ക് പ്രത്യേകം സ്നേഹമറിയിക്കുന്നു. എപ്പോഴും സ്നേഹത്തോടെയും കൗതുകത്തോടെയും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളാണ് സുനിൽ മാഷിൻ്റേത്. മാഷിന്റെ കൂടെയും അതുപോലെ നമ്മുടേതെന്ന് അഹങ്കരിക്കുന്ന അശോകേട്ടൻ്റെ കൂടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെ കൂടെയും വേദി പങ്കിടാനായതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. വായനശാലയെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ മനുഷ്യരോടും, വായനശാലയോട് സഹകരിക്കുന്ന എല്ലാ സംഘടനകളോടും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. എങ്ങനെയാണ് ഒരു വായനശാല ഒരു നാടിനെ, ആ നാട്ടിലെ മനുഷ്യരെ ഇങ്ങനെ കോർത്തിണക്കുന്നത് എന്ന് നോക്കിക്കാണുകയായിരുന്നു. എത്ര മനോഹരമായാണ് ഓരോ പരിപാടിയും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ പരിപാടിയുടെ പ്രചരണ വീഡിയോ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. അത്ര മനോഹരമായാണ് ആ പ്രചരണ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. കളരിപ്പറമ്പ് വായനശാലയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. PN പണിക്കരുടെ ഒരു നിരീക്ഷണമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത്. വായനശാലകൾ എന്നാൽ ഒരു ഗ്രാമത്തിലെ അനൗദ്യോഗിക വിദ്യാലയങ്ങളാണ്. അവ വിജ്ഞാനത്തിന്റെ കെടാവിളക്കുകൾ കൂടിയാണ്. ഒരു വായനശാല തുറന്നാൽ ഒരു നാടിന്റെ അജ്ഞത കുറയുന്നു എന്നാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ വായനശാലയുടെ പരിപാടിയിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. വളരെ ഭംഗിയായി പാവങ്ങളെ കുറിച്ച് മാഷ് പറഞ്ഞു വെച്ചതിൽ കൂടുതലായിരുന്നു പ്രത്യേകിച്ച് പറയാനില്ല. നോവലുകളുടെ അമ്മ എന്നാണ് എൻ മുകുന്ദൻ പാവങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 2010 എഡിഷനിൽ അതിൻ്റെ ആമുഖത്തിൽ മുകുന്ദൻ പറയുന്നുണ്ട്, മയ്യഴിയിലെ എൻ്റെ ജനത ആവേശത്തോടെ ആർത്തിയോടെ വായിച്ചു തീർത്ത പുസ്തകമാണ് പാവങ്ങൾ. അതിൻ്റെ താളുകളിൽ നനവ് ഉണങ്ങിയിരിക്കുന്നതായി കാണുന്നു. അത് വായനക്കാരുടെ കണ്ണുനീര് വീണുണങ്ങിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യമാണത്. കണ്ണ് നനയാതെ നമുക്ക് ഈ കൃതി വായിച്ചു തീർക്കാൻ കഴിയില്ല. കാമുകനാൽ ചതിക്കപ്പെട്ട് സ്വന്തം കുഞ്ഞിനെ പോറ്റാൻ നിവൃത്തിയില്ലാതെ ധനാർത്തിയാർ ദമ്പതിമാരുടെ അരികിൽ തൽക്കാലത്തേക്കുള്ള ഒരു സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്ത്, എന്നാൽ അവർ ആവശ്യപ്പെടുന്ന പണം മാസം മാസം കൊടുക്കാനായി തൻ്റെ മുടിയും പല്ലും വരെ വിറ്റ ത്യാഗിയായ ഫൻതീൻ എന്ന അമ്മയുടെ കഥയാണ് പാവങ്ങൾ. അതുപോലെ അമ്മച്ചൂട് അനുഭവിക്കേണ്ടുന്ന നേരങ്ങളിൽ ധനാർത്തിയാർ ദമ്പതികളുടെ അടുക്കളയിൽ അടിമപ്പണിയെടുത്ത് രാത്രിയിൽ വൈക്കോൽ മെത്തയിൽ കിടന്നുറങ്ങി കളിക്കാനൊരു പാവക്കുഞ്ഞിനെ കൊതിച്ച ഹൊസേത്തിന്റെ കഥയാണ് പാവങ്ങൾ. വിശന്നു വലഞ്ഞ് കരയുന്ന തൻ്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ആ സാഹചര്യത്തിൽ 19 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വന്ന രാഘവാചാര്യന്റെ കഥയാണ് പാവങ്ങൾ. സാമൂഹ്യ അവസ്ഥകളെയും മരിയൂസിനെയും ചേർത്ത് വിക്ടർ ഹ്യൂഗോ മനോഹരമായി വികസിപ്പിച്ചെടുത്ത ഒരു കൃതിയാണത്. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി എഴുതപ്പെട്ട കൃതിയാണിതെന്നും അത് വായനക്കാരന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്നുവെന്നും ഇതിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു നിരീക്ഷണമാണത്. ഈ നോവലിൽ എല്ലാം ഉണ്ട്. ചരിത്രമുണ്ട്, വിപ്ലവമുണ്ട്, പ്രതിരോധമുണ്ട്, യുദ്ധമുണ്ട്, പ്രണയമുണ്ട്, മാനവികതയുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്. എല്ലാം ഒത്തുണങ്ങിയ ഒരു അത്യപൂർവ കൃതിയാണ് പാവങ്ങൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ പാവങ്ങൾക്ക് നിരവധി പുനരാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാഷ് നേരത്തെ സൂചിപ്പിച്ചു, 1925 നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അതിനുശേഷം വായനക്കാരുടെ ഇടയിലുള്ള സ്വീകാര്യത കണ്ടറിഞ്ഞ് ഒരുപാട് എഴുത്തുകാർ പാവങ്ങൾ പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട്.
രാജേഷ്, ടി.ആർ. രാമൻ നമ്പൂതിരിപ്പാട്, വേണു വി. ദേശം, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, പിന്നെ പി. ശരത്ചന്ദ്രൻ തുടങ്ങിയ നിരവധി ആളുകൾ മലയാളത്തിലേക്ക് പാവങ്ങൾ വിവർത്തനം ചെയ്തവരാണ്. എന്നാൽ നാലപ്പാട്ടിന്റെ വിവർത്തനത്തെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നാലപ്പാട്ടിന്റെ വിവർത്തനം തന്നെ വേണം, വായിക്കണമെന്ന് ആഗ്രഹിച്ചലയുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. വിവർത്തനം എന്നുള്ളത് ഗ്രഹണവും ആസ്വാദനവുമാണ്. വിവർത്തനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് അത് തന്നെയാണ്. ഏറ്റവും നല്ല വിവർത്തനം എന്ന് പറയുന്നത് സൂക്ഷ്മതയേക്കാൾ ഉപരിയായി അതെങ്ങനെ ആസ്വാദ്യകരമാകുന്നു, വിശ്വാസപരമായിരിക്കുന്നു എന്നുള്ളതാണ്. കൂപ്പർ പറയുന്നതും അത് തന്നെയാണ്. നാലപ്പാട്ടിന്റെ വിവർത്തനത്തിൽ അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നത്, എൻ്റെ പരിമിതമായ ഭാഷാജ്ഞാനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ കൃതിയെ, പാവങ്ങൾ എന്ന് പറയുന്ന ഈ കൃതിയെ ഒതുക്കി ചേർക്കാൻ കാണിച്ച സാഹസികതയോട് ഞാൻ ആദ്യമേ നിങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാലപ്പാട്ട് ആ പുസ്തകം തുടങ്ങുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ട ഈ കൃതിക്ക് മാഷ് നേരത്തെ സൂചിപ്പിച്ചു, ഇംഗ്ലീഷിൽ 8ഓളം വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാവങ്ങൾ നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തത് ഇസാബൽ എഫ് ഹാക്കൂബ്സിന്റെ തർജ്ജമയെ അവലംബിച്ചാണ്. ഈ നാലപ്പാട്ടിന്റെ വിവർത്തനത്തിൽ ഒരു ഭാഗമുണ്ട്. തെനാർഡിയാർ ദമ്പതികളുടെ അടുത്ത് നിന്ന് കൊസെത്തിനെ രക്ഷിച്ചുകൊണ്ട് രാംവാൽ യാങ് വീട്ടിലേക്ക് വരികയാണ്. അതുവരെ ഉറക്കം എന്തെന്ന് ആ കൊച്ചു കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ രാംവാൽ യാങ്ങിന്റെ വീട്ടിലെത്തിയ ശേഷം സുന്ദരമായി കിടന്നുറങ്ങുകയാണ് കൊസെത്ത്. നാലപ്പാട്ട് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ കട്ടിലിനടുത്ത് ചെന്നു, അവിടെ അവൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആകെ സന്തോഷം കൊണ്ട് വിറച്ചു. ഒരമ്മയ്ക്കുള്ള എല്ലാ പ്രാണവേദനകളും അയാൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. നോക്കൂ, നാലപ്പാട്ട് എഴുതിയിട്ടുള്ള ഈ വിവർത്തനത്തിൽ മൂലകൃതിയോട് എങ്ങനെ ഒരു പരിഭാഷകൻ നീതി പുലർത്തുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. 2 കവികളാൽ എഴുതപ്പെട്ട മനോഹരമായ ഒരു ഇതിഹാസ കാവ്യമാകുന്നു പാവങ്ങൾ. കാതികന്റെ പണിപ്പുര എന്ന് പറയുന്ന കൃതിയിൽ എം.ടി. പറയുന്നുണ്ട്, ഒരു പ്രശസ്തനായ സിനിമാ താരത്തെ പോലെയോ അതല്ലെങ്കിൽ മറ്റു മേഖലകളിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ആളുകളുടെ പോലെയോ ഒന്നും തന്നെ ഒരു എഴുത്തുകാരന്റെ എഴുത്തിനെ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. ഒരു ബോക്സ് ഓഫീസ് തകർക്കും വിധത്തിലുള്ള തിരക്കോ ക്യൂവോ ഒന്നും തന്നെ ഒരു പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ബുക്ക് സ്റ്റാളുകളുടെ മുമ്പിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ചിൽ അങ്ങനെ ഒരു തിരക്ക് അനുഭവപ്പെട്ട ദിവസമാണ് ഈ പുസ്തകം ഇറങ്ങിയ ദിവസം. ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ബുക്ക് സ്റ്റാളുകളുടെ മുമ്പിൽ തടിച്ചുകൂടി നിന്നു. 1862 ഏപ്രിൽ 3 ഈ പുസ്തകം ഇറങ്ങിയ സമയം ആവേശത്തോടെയാണ് വായനക്കാർ അത് സ്വീകരിച്ചത്. അതിനുശേഷം 2-3 ഭാഗങ്ങൾ ഇറങ്ങിയപ്പോഴും ഈ അത്യപൂർവമായ തിരക്ക് ഫ്രാൻസിലെ നഗരവീഥികളിൽ കാണപ്പെട്ടു. അത്രത്തോളം സ്വീകാര്യത നേടിയ ഒരു കൃതിയാണ് പാവങ്ങൾ എന്നുള്ളത്. നോക്കൂ, ഫ്രഞ്ച് ഭാഷയിൽ ഇതിനു മുമ്പും നോവലുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം വരേണ്യവർഗത്തിന്റെ, മേലാളവർഗത്തിന്റെ മാത്രം ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കൃതികളായിരുന്നു. പാവങ്ങൾ എന്നുള്ളത് ഒരു ജനതയെ, ഒരു സംസ്കാരത്തെ, അശരണരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കൃതിയായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് ഇത്ര സ്വീകാര്യത ലഭിച്ചത്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ കഥയാണ് ലെ മിസറബിൾ. ദരിദ്രരുടെ ചരിത്രമാണത്. നമുക്കറിയാം, ആരാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു രാംവാൽ യാങ്. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ജാവേറും രാംവാൽ യാങ്ങും ഒരേ സമയം ധാർമ്മിക മൂല്യങ്ങളുടെ ചുഴിയിൽ അകപ്പെട്ട് ചിന്തിക്കുന്നവരാണ്. ധാർമ്മികത എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് നോവലിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാവങ്ങൾ എപ്പോഴും നമ്മോട് പറയുന്നത് ഭൂമിയെ പറ്റിയാണ്. തെറ്റ് ചെയ്യാതിരിക്കാനും തെറ്റ് ചെയ്തവർക്ക് തെറ്റ് ചെയ്യുന്നവനോട് പൊറുക്കാനും അവനെ പഠിപ്പിക്കുന്ന ഒരു സ്നേഹേതിഹാസമാണ് പാവങ്ങൾ. രാംവാൽ യാങ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മോഷ്ടാവായ ഒരു മനുഷ്യനാണ്. എന്നാൽ ജീവിതം കൊണ്ട് എന്താണ്
ലാളിത്യം കൊണ്ട് എങ്ങനെ ജീവിതം ആഹ്ലാദപ്രദമാക്കണം എന്ന് രാംവാൽ രാം പഠിക്കുന്നത് മെത്രാനിലൂടെയാണ്. മെത്രാനിന്റെ പള്ളിയിൽ നിന്ന് വെള്ളിപ്പാത്രങ്ങളെല്ലാം മോഷ്ടിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് മെത്രാൻ പറയുന്നു, ഇത് എൻ്റെ സഹോദരനാണ്, ഇത് ഇയാൾ മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ് എന്ന് പറയുന്നിടത്ത് ആ സമയം തൊട്ടാണ് രാംവാൽ രാം ചിന്തിച്ചു തുടങ്ങുന്നത്. എന്താണ്? സ്നേഹവും കാരുണ്യവുമാണ് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഒന്ന് എന്ന്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതെല്ലാം ഇങ്ങനെയാണ് എന്നും രാംവാൽ രാം മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. ഇനിയും വരണമെന്ന് മെത്രാൻ പറയുമ്പോൾ അതും പിൻവാതിലിലൂടെയല്ല മുൻവാതിലിലൂടെ തന്നെ ഇനിയും ഇങ്ങോട്ട് വരണമെന്ന് മെത്രാൻ പറയുന്നിടത്ത് കൂട്ടാത്ത വാതിൽ നന്മയുടെ വാതിലായി മലർക്കെ തുറക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാംവാൽ രാമിനെ നമ്മൾ അറിയാതെ സ്നേഹിച്ചു പോകും. പകൽ പോയെന്നാൽ അപ്പോൾ രാത്രി വന്നിടും വണ്ണം രാംവാൽ രാമിന്റെ അസാധാരണമായ ഒരു മരണത്തോടെയാണ് നോവൽ അവസാനിക്കുന്നത്. വിക്ടർ ഹ്യൂഗോ പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെയും തന്നെ ഉചിതമാംവിധം സ്വഭാവ സവിശേഷതകളുമായി കഥാപാത്രങ്ങളായി ഇതിഹാസ ഗരിമയോടെയാണ് നാം ഈ നോവലെല്ലാം വായിച്ചനുഭവിക്കുന്നത്. ആത്മോന്നമനത്തിന് ആവശ്യം വായിക്കേണ്ടുന്ന നോവലുകളിൽ ഒന്നാണ് പാവങ്ങൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട്, ഓർമ്മിപ്പിച്ചുകൊണ്ട്, എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.